ആ പറയൂ, നോക്ക്. നിയാസാണോ? അതെ അതെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ ഡോക്ടറിനെ പറ്റി അബദ്ധമാണ്. ഡോക്ടറിന്റെ നിഗമനം തെറ്റിപ്പോയതാണ്. എന്തിന്റെ എന്റെ ഡോക്ടറിന്റെ ഡയഗ്നോസിസ് തെറ്റിപ്പോയതാണ്. ആണോ? പ്രശ്നമൊന്നുമില്ലേ? പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്താ ആക്ച്വലി എന്താ സംഭവിച്ചത്? അത് എന്റെ ഡോക്ടറിനെ അബദ്ധം പറ്റിയതാണ്. എങ്ങനെ, എന്താ അബദ്ധം? പുള്ളി ഡയഗ്നൈസ് ചെയ്ത് ശരിയായില്ല. ഓ അതാണല്ലേ. ഞാൻ ഇതിനെ കുറിച്ച് മോശം രീതിയാണ്, സോറി ടെസ്റ്റ്, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ല, ഏത് ഹോസ്പിറ്റലാ പോയത്? അത് ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് ഓൾറെഡി ഒരു കേസിൽ ജാമ്യം കിട്ടിയിരിക്കുകയാണല്ലോ. അതൊക്കെ ജാമ്യത്തെ ബാധിക്കും. അങ്ങനെ ഞാൻ എനിക്ക് ഇത് എഴുതിയ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം. അത് കുഴപ്പമില്ല. അപ്പൊ അണ്ണൻ ഓക്കെ അല്ലേ? ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. എന്നൊരു ഉമ്മതാ. ഓക്കെ ഉമ്മ ഓക്കെ. ഓക്കെ ഓക്കെ. നിങ്ങളെല്ലാവരും ന്യൂസ് ഇട്ട സമയത്തും എനിക്കും വിഷമം തോന്നി. പക്ഷെ ഞാൻ ന്യൂസ് ഇട്ടില്ല, ഞാൻ വെയിറ്റ് ചെയ്തു. വേണമെങ്കിൽ എൻ്റെ പ്രൊഫൈൽ പരിശോധിക്കാം. ആറാട്ടണ്ണൻ്റെ ഇത്രയും വലിയൊരു ന്യൂസ് പെട്ടെന്ന് ഇത്രയും വലിയൊരു മാറാറാകുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം പ്രൈസും കാര്യങ്ങളും, ഇനി പുള്ളിക്കാരൻ ജീവിക്കില്ല 3 മാസം എന്നൊക്കെ പറഞ്ഞു. ഞാനൊന്നും അത് ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്നു. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് വരട്ടെ, ഒരു ഫൈനൽ ഔട്ട്പുട്ട് വരട്ടെ എന്ന് വെച്ചു. ബിക്കോസ് ഇവന്മാരെ ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്താ അതുപോലായി, ഡോക്ടറുടെ ഹോസ്പിറ്റലും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ആറാട്ടണ്ണൻ തള്ളിയതാണ്. കേരളത്തിലുള്ള ആൾക്കാർ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്പർ അടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇത്രയും വലിയൊരു മാറാരോഗം വരെ ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറാട്ടണ്ണൻ നല്ല ഒന്നാം തരം തെണ്ടിത്തരമാണ് ചെയ്തിരിക്കുന്നത്, ന്യൂസിൽ വൈറലായി നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? വേറെ ഒരു കേസിൽ ജാമ്യം കിട്ടി, അതുകൊണ്ട് ഡോക്ടറെ പേരും പറയാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ മൊത്തം കള്ളത്തരമാണെന്നേ. വെറുതെ അടിച്ചിറക്കിയതാണ്. അല്ല എന്താണ് ഇവന് ഭ്രാന്ത്, പിന്നെ എല്ലാം എന്തോ. ഞാനതാ വെയിറ്റ് ചെയ്തത്. ബിക്കോസ് എനിക്കറിയാം ഇതിനകത്ത് എന്തോ ഒരു വശപ്പശക്ക് പോലെ എനിക്ക് തോന്നി. ബിക്കോസ് മറ്റവന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല. അലൻ ജോസ് പെരേര കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇവന്മാരാരും ഒന്നും പറയുന്നതൊന്നും ആദ്യമേ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യരുത്, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ബിക്കോസ് ഇവന്മാർ പല നമ്പറുകളും ഇവന്മാരുടെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ ഇവരെ ഫാദർ അങ്ങനെ മരിച്ചത് ഓക്കെയാണ്, പക്ഷേ ഇവനിപ്പോൾ ഇത് ഇറക്കിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി, ആ ജനങ്ങൾ പൊട്ടന്മാരാക്കരുത് എന്നെനിക്ക് പറയാനുള്ളൂ. ആറാട്ടണ്ണൻ എന്തായാലും ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ ഇതൊരു കള്ളത്തരമാണെങ്കിൽ നേരെ മറിച്ചിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒന്നാം തരം തലനേരായി തന്നെ എന്ന് പറയാം. എനിവേ, ഷെയർ ദിസ് വീഡിയോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ആറാട്ടണ്ണെ നമുക്ക് കുറച്ച് കോമാളിയാണെങ്കിലും കാര്യങ്ങളാന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു അസുഖം എന്ന് പറഞ്ഞപ്പോൾ വിഷമമൊക്കെ തോന്നി. സംഭവം ശരിയാണ്, എല്ലാവർക്കും വിഷമം തോന്നി, എല്ലാവരും പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ ഒരു വിധപ്പെട്ട ആൾക്കാരെങ്കിലും എന്നെപ്പോലെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവന്മാരെ ആരും വിശ്വസിച്ചിട്ടുണ്ടാവില്ല പെട്ടെന്ന് വെയിറ്റ് ചെയ്യാമെന്ന്. എനിവേ, ഷെയർ ദിസ് വീഡിയോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ആറാട്ടണ്ണൻ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ടച്ച് വിടരുത്. നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ, ഒരു അസുഖങ്ങളും വരാതിരിക്കട്ടെ. കുറച്ചെന്ന് പറയാൻ ആയുസ്സും ആരോഗ്യം തരട്ടെ നിങ്ങൾക്ക് എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഈ മാതിരി വലിയ അസുഖങ്ങളൊന്നും ഉണ്ടെന്നും പറയരുത് വെറുതെ. അത്ര എനിക്ക് പറയാനുള്ളൂ ഈ നിമിഷത്തിൽ. എനിവേ, ഷെയർ ദിസ് വീഡിയോ. ചിലപ്പോൾ ഇനി അലൻ ജോസ് പെരേര ആയിരിക്കും അടുത്ത മാറാരോഗമെന്ന് പറഞ്ഞിറങ്ങും. അവൻ ഇറങ്ങും ഇനി, നോക്കിക്കോളൂ. ഷെയർ ദിസ് വീഡിയോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജും കൂടെ ഫോളോ ചെയ്യുക.